എന്താണ് കാട്ടി? അങ്ങനെ നിൽക്കുക. അയ്യോ, ഇതെന്താ ഈ കോലം? ഈ ശപ്പന്റെ റിപ്പയർ ചെയ്തത്. ഇതിനൊരു കുഴപ്പം ഉണ്ടായിരുന്നില്ലല്ലോ, പിന്നെ എന്തിനാ ഇതിങ്ങനെ കഷ്ണം കഷ്ണാക്കിയേ? ഇന്ന് വരുന്ന നിന്റെ അപ്പനെ സാമ്പാർ വെച്ചു കൊടുക്കാൻ കഷ്ണം കഷ്ണമാക്കിയത്. ഇന്നാൾ അഴിച്ച് കുട്ടിച്ചോറാക്കിയ ഒരു മോട്ടോറും എന്റെ തയ്യൽ മെഷീനും അഴിച്ചിട്ട പോലെ കിടപ്പാ. നിങ്ങൾക്ക് ഇത് എന്തിന്റെ അസുഖ? ഞാൻ അച്ഛനോട് അപ്പളേ പറഞ്ഞതാ ഈ മെഷീൻ ഒരു കേടുവില്ലെന്ന്, അയക്കണ്ടെന്ന് പറഞ്ഞാ കേക്കണ്ടേ? നോക്കൂ, വേദന തുടങ്ങി. പമ്പ് സെറ്റിനോ? അല്ല, അവൾക്ക് അമ്മൂന്. തുടങ്ങിയോ? അവള് ഹോസ്പിറ്റലിലേക്ക് വരണില്ല, കോവിലകത്ത് എന്നെ പ്രസവിക്കൂന്ന്. മനസ്സിലായില്ല? കോവിലകത്ത് എന്നെ പ്രസവിക്കൂന്ന്. അവള് തമാശ വല്ലതും പറയും. ചെന്നൊരു ടാക്സി വിളിച്ചോണ്ട് വരൂ. നിക്ക, എത്ര നിർബന്ധിച്ചാലും അവള് വരില്ല. വല്യച്ഛൻ അവളോട് പറഞ്ഞിരിക്കണേ കോലോത്ത് എന്നെ പ്രസവിക്കണമെന്ന്. വല്യച്ഛൻ അങ്ങനെ പലതും പറയും. നീ ചെല്ലടാ. വല്യച്ഛൻ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ അതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാകുന്ന നിന്നോട് ആരാണ് അഭിപ്രായം ചോദിച്ചത്? വല്യച്ഛൻ അങ്ങനെ തീർത്തും പറഞ്ഞോ? പറഞ്ഞു. നിങ്ങൾ ഈ വിവരം അനിയനെ അറിയിക്കണം. ഞാനവനെ അറിയിക്കാനോ? അതൊന്നും പറഞ്ഞാ പറ്റില്ല. അവൻ തീരുമാനിക്കട്ടെ അവന്റെ ഭാര്യ എവിടെ പ്രസവിക്കണോന്ന്. ദേ, ഒന്നങ്ങോട്ട് വേഗം അറിയിക്കുക. കുട്ടിനാരായണ, സാർ ഒരു ഫോണുണ്ട്. ഹലോ, അതെ ആണോ? ഞാനിതെത്തി. എന്താ വേദന കൂടുതൽ തോന്നുന്നുണ്ടോ? ഇടവം, മിഥുനം, കർക്കടകം, ചിങ്ങം. മതി, ചിങ്ങം മതി. ചിങ്ങം ലഗ്നത്തിൽ ജനിക്കണം. ഈശ്വര, പരിഭ്രമമൊന്നും വേണ്ട. സുഖപ്രസവമായിരിക്കും. നല്ല ഐശ്വര്യമുള്ള പെൺകുഞ്ഞായിരിക്കും പിറക്കുക. ജനനത്തെ തുടർന്നുള്ള നാളുകളിൽ കോവിലകത്ത് പല അത്ഭുതങ്ങളും നടക്കും. സാധാരണ കുഞ്ഞല്ല, അഗ്നിയാണവൾ. അഗ്നി. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പിറക്കാൻ പോകുന്ന കുഞ്ഞിനെ കാത്ത് പല ആപത്തുകളും നിൽപ്പുണ്ട്. ഇതാ, ഈ മാല സ്വീകരിക്കണം. ദുഷ്ടശക്തികളുടെ ആക്രമണത്തിൽ നിന്നും. അപ്പൊ അതാണോ കാര്യം? ഇനി നിങ്ങൾ പറയാൻ പോകുന്ന ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. കുഞ്ഞിനെ ദുഷ്ടശക്തികളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ കുറെ പൂജകൾ ചെയ്യണം. അല്ലെങ്കിൽ സ്വർണത്തിലോ തങ്കത്തിലോ ഏലസുകൾ ജപിച്ചു കെട്ടണം. അതിനായി കുറെ പണം ചെലവഴിക്കണം. ഇല്ലെങ്കിൽ കുഞ്ഞിന്റെ ജീവന് തന്നെ ആപത്താണെന്നൊക്കെയല്ലേ? ഇത്തരം തട്ടിപ്പുകാരെ ഞാൻ കുറെ കണ്ടിട്ടില്ല. മഹാനായ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ പറയുന്നത്. ഇല്ലാത്ത ദൈവത്തെ ചൊല്ലി എന്തിനാ ഈ തട്ടിപ്പും വെട്ടിപ്പൊക്കെ? കഷ്ടം. വണ്ടിയറോ? ഏട്ടാ, അമ്മയുടെ വരുന്ന വഴിക്ക് ഹോസ്പിറ്റൽ നോക്കി കണ്ടില്ലേ? ഇത് ടാക്സി കിട്ടില്ലേ? എന്നാ ബൈക്കണ്ടേ, ഈ കാർ തന്നെ കൊണ്ടുപോവാ. എന്താ ഏട്ടനൊന്നും പറയാത്ത? ഇനി ഹോസ്പിറ്റലിലേക്ക് പോണമെന്നില്ല. എന്താ? വയറ്റാട്ടി രുക്മിണി വന്നിട്ടുണ്ട്. എന്താ പറഞ്ഞ? വയറ്റാട്ടി രുക്മിണിയല്ലേ പരമേശ്വരന്റെ ഭാര്യ? അവര് വന്നിട്ടുണ്ട്. രുക്മിണി മിടിക്കുക. എത്ര കഴിഞ്ഞിരിക്കണു. ഇവിടുത്തെ ഒരു ഡോക്ടർക്കും വരില്ല ഇത്രക്ക് എക്സ്പീരിയൻസ്. അത് പ്രത്യേകം പറയണോ? വയറ്റാട്ടി മതി ആരാ തീരുമാനിച്ച? അത് സതിയടുത്ത് മോനെ എവിടെ പ്രസവിച്ച? ഈ കൊല്ലത്തോ? ഏട്ടനോടാ ചോദിച്ച? ശ്രീദേവി നഴ്സിംഗ് ഹോമിൽ. എന്താ അപ്പൊ വയറ്റാട്ടി രുക്മിണി കിട്ടിയില്ലേ? ഓ, അപ്പൊ അവരവരുടെ കാര്യത്തിൽ എല്ലാവർക്കും എല്ലാ സേഫ്റ്റിയും വേണം. എന്റെ കാര്യത്തിൽ എന്തോ ആവാല്ലേ? കോവിലത്ത് തന്നെ പ്രസവം നടക്കുന്ന ആർക്കത്ര നിർബന്ധം? വലിയച്ഛൻ പറഞ്ഞിട്ടാ. അതിനുള്ള കാരണം ഹോസ്പിറ്റലാകുമ്പോ അവര് വേണ്ടത്ര ക്ഷമ കാണിക്കില്ല. തരം കിട്ടിയ അപ്പൊ കത്തി വെക്കും. അതുകൊണ്ട് സിസേറിയൻ എന്താ ആരും ചെയ്യാത്ത കാര്യ? അതൊക്കെ ധാരാളം പതിവുണ്ട്. പക്ഷെ നിന്റെ കുഞ്ഞിന്റെ കാര്യത്തില് സിസേറിയൻ ആവരുത്. സമയത്തിന് മുമ്പും ബിന്ദു ആവരുത്.
ജനനം കൃത്യസമയത്ത് തന്നെ നടക്കണം. കേൾക്കുമ്പോ കലിയാ കയറണേ. നിങ്ങളൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കണേ? വേണ്ടത്ര മെഡിക്കൽ അറ്റൻഷൻ കിട്ടാണ്ട് കുഞ്ഞിനും അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ച കൈ മലത്തും ഒരാളും സമാനം പറയണ്ടാവില്ല. എനിക്കങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. എന്താ എടുത്ത് അമ്മയോടെ ഞാൻ കൊണ്ടുപോകും ഹോസ്പിറ്റലിലേക്ക്. നടക്കില്ല. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ മുറിക്ക് പുറത്തു പോലും അവളെ കൊണ്ടുപോകാൻ കഴിയില്ല. എടുത്തി അത് അനിയൻ തർക്കിക്കണ്ട, അതിനുള്ള സമയമല്ലത്. എടുത്തി കൊണ്ടുപോകണത്. വല്ലിച്ച, അമ്മ പ്രസവിച്ചു അല്ലേ? ഉവ്വ്, പെൺകുഞ്ഞല്ലേ? അതെ. രണ്ടാളും അമ്മയും മോള് സുഖായിരിക്കണോ? എല്ലാം നോർമൽ. അനിയനിപ്പോ സമാധാനായില്ലേ? ആ, കാണാൻ ധൃതിയായല്ലേ? വേണ്ട കേട്ടോ, ഇത്തിരിയുടെ അങ്ങോട്ട് ക്ഷമിക്കുക. ചിറ്റപ്പ നല്ല അടിപൊളി ചെലവേണം. ഇഗോളത്തൊന്നും വേണ്ട, ഏതെങ്കിലും സ്റ്റോർ റോഡിൽ വെച്ച്. പിന്നെന്താടാ? എപ്പ നോക്കിയാലും തീറ്റയുടെ ചിന്തയുള്ളു ചെക്കന്. ആ ഹോട്ടലിൽ കളയണ കാശ് കൊണ്ട് ഒരു പമ്പ് വാങ്ങി ഫിറ്റ് ചെയ്യാൻ പറഞ്ഞേ. എന്തിന്? അച്ഛനെ റിപ്പയർ ചെയ്ത് പഠിക്കാനോ? മെക്കാനിക്കൽ ബ്രെയിൻ.